മാഡം ഔട്ട്ഫിറ്റ് വർത്ത് എന്ന് പറയാമോ? ഔട്ട്ഫിറ്റ് വാർത്തോ? എന്തിന്? അത് നമ്മളൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഔട്ട്ഫിറ്റ് വർത്ത് ചോദിച്ചിട്ടേ ഉള്ളൊരു പരിപാടി നടത്തുന്നുണ്ട്. പക്ഷെ ചേട്ടാ, ഇതിപ്പോ ഞാൻ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ. എന്റെ ഔട്ട്ഫിറ്റ് വർത്ത് അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് കിട്ടാനാ? ഇതിപ്പോ ഞാൻ കുറെ വീഡിയോസ് ആയി ഇങ്ങനെ കാണുന്നു. സെലിബ്രിറ്റികളുടെ മാത്രമല്ല, നമ്മൾ നോർമൽ ആൾക്കാരുടെയും ഡ്രസ്സുകൾ എടുക്കുക. അപ്പോൾ മാഡത്തിൻ്റെ ഈ കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത് ആൾക്കാർക്കൊക്കെ അറിയാലോ, അതിനുവേണ്ടി നമ്മൾ ചെയ്തതാണ്. എന്തിനാ ഏട്ടാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നു. അതിപ്പം ആൾക്കാരെ അറിയിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അല്ല, അത് നല്ലതാണ് മാഡം. മാഡത്തിന് അത്യാവശ്യം ആൾക്കാരെ അറിയുകയും ചെയ്യും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ വരികയും ചെയ്യും. അതിന്റെ ആവശ്യമില്ല ഏട്ടാ. എന്റെ കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ എടുത്തു. അതിപ്പം ചിലപ്പോൾ എനിക്ക് പൈസ ഉള്ളപ്പോൾ ഞാൻ പൈസ ഉള്ളത് ഇടും, അല്ലാത്തപ്പോൾ ഞാൻ പൈസ കുറഞ്ഞ ഡ്രസ്സ് വാങ്ങിച്ചിടും. അതിപ്പം ആൾക്കാരെ ചേട്ടൻ എന്നോട് ചോദിക്കാതെയാണ് അതിന്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഞാൻ മാഡത്തിൻ്റെ അടുത്ത് തിരിഞ്ഞ് നിൽക്കുമ്പോൾ ചോദിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ്. മാഡത്തിൻ്റെ ഔട്ട് ഫിറ്റിങ്സ് മറ്റേ സാധാരണ ഗേൾസിൻ്റെ പോലെയല്ലല്ലോ. രണ്ട് വലിയ കമ്മൽ, മൂക്കുത്തി, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നാട്ടുകാർക്ക് ഇതറിയാൻ താല്പര്യം ഉണ്ടാവും. സാധാരണ ഇതുപോലെ വില കുറഞ്ഞ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ മാഡം അത് പറയുകയാണെങ്കിൽ എവിടുന്നാന്ന് ആൾക്കാർക്ക് മനസ്സിലാക്കി അവിടെ പോയി. ചേട്ടാ, ഇത് സാധാരണഗതിയിൽ എല്ലാം മിക്കവാറും ഗേൾസ് ഇടുന്ന സാധനമാണ്. ഈ വലിയ റിങ്ങും മൂക്കുത്തി ഒന്നും ഇടാത്ത പെൺപിള്ളേരൊന്നും ഇല്ല ഇപ്പോൾ. ചേട്ടൻ ഇത് ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും. പിന്നെ ഇത് വില കുറഞ്ഞാണെന്ന് ചേട്ടൻ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിച്ചതിന് ഞാനിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചേട്ടാ, ഇത് പറയാൻ എനിക്ക് താല്പര്യമില്ല. പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞേനല്ലോ. എനിക്കിതിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ചേട്ടാ. എൻ്റെ ഔട്ട്ഫിറ്റ് വർത്തോ എൻ്റെ ആക്സസറീസിന്റെ വിലയോ പറയാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ വില കുറഞ്ഞതാണോ വില കൂടിയതാണോ എന്ന് ചേട്ടൻ തീരുമാനിക്കേണ്ടതല്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഇടുന്നത്, അത് അത്രേ ഉള്ളൂ. ഇതിൽ എനിക്ക് താല്പര്യമില്ല ചേട്ടാ. ചേട്ടൻ വിട്ടോ. ഞാൻ ഈ ഔട്ട്ഫിറ്റ് വർത്ത് പറഞ്ഞാൽ ചേട്ടൻ്റെ പ്രശ്നം തീരുമോ? പ്രശ്നമല്ല, ജസ്റ്റ് പറഞ്ഞ ആൾക്കാർക്ക് അറിയാൻ പറ്റുമല്ലോ. ആൾക്കാർക്കല്ലല്ലോ, ചേട്ടനല്ലേ ഇപ്പം അറിയണ്ടേ. ചേട്ടൻ ചോദിച്ചു, ഞാൻ പറയാം. എന്റെ ചാനലിലൂടെ ആൾക്കാരെ അറിയിക്കുക, അത്രയുള്ള പരിപാടി. ഞാൻ ചോദിക്കട്ടെ? പറയാം. ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ മറ്റേ കാതി തൂക്കി കിടക്കണ 2 വട്ടില്ലേ, അതിനെത്ര രൂപ? ഇതിന് 1500 രൂപ. ഇതിന് ശരിക്കും എന്താ പറയാ? കമ്മൽ എന്നാണോ പറയാ? കമ്മൽ തന്നെ പറയാം. ഞങ്ങള് നോർമലി റിംഗ് എന്നാ പറയാ. റിംഗ് ഓരോ ഷേപ്പിലുണ്ടല്ലോ. ഇതിപ്പോ റിംഗ് ഷേപ്പിലായതുകൊണ്ട് നമ്മൾ റിംഗ് എന്ന് പറയുന്നു. ഇത് എന്താ, സ്വർണ്ണാണോ അതോ പ്ലാറ്റിനം സിൽവർ? 1500 രൂപയ്ക്ക് പ്ലാറ്റിനവും സിൽവറും സ്വർണ്ണവും കിട്ടും. അല്ല, സിൽവറിന് വില കുറഞ്ഞില്ലേ? കൂടുതൽ തന്നെയാണ്. പിന്നെ ഈ മറ്റേ മൂക്കും അടക്കണ സാധനം, അത് സിൽവറാണ്. 500 സംതിങ് ഉള്ളൂ. ആണോ? സാധാരണ ഈ ആക്ടിവിസ്റ്റുകളൊക്കെയാണ് ഇങ്ങനെ കുത്തി ഇങ്ങനെ നടക്കണതാണ്, മൂക്കുത്തിയും. നിങ്ങൾ ആക്ടിവിസ്റ്റ് ആണോ? ചേട്ടൻ ആക്ടിവിസ്റ്റിനെയും അല്ലാതെ സാധാരണ പെൺപിള്ളേരെയും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാ. ഇപ്പൊ മിക്കവാറും എല്ലാ പെൺപിള്ളേരും മൂക്കുത്തുന്നുണ്ടല്ലോ. ആക്ടിവിസ്റ്റ് മാത്രം സാധാ പെൺപിള്ളേരെ എങ്ങനെ തിരിച്ചറിയാം? അങ്ങനെ തിരിച്ചറിയാനൊന്നും പറ്റില്ല ചേട്ടാ. മിക്കവാറും പെൺപിള്ളേരുടെ ഉള്ളിൽ ആക്ടിവിസ്റ്റും അതുപോലെ തന്നെ സാധാരണ ആക്ടിവിസ്റ്റിന്റെ ഉള്ളിൽ പെൺപിള്ളേരും ഒക്കെ ഉണ്ടാവും. ചേട്ടന് മനസ്സിലാവാതെ ചെവിയുടെ മുകളിൽ വേറൊരു, അത് സ്വർണ്ണാണോ? അത് വെള്ളിയാ. അതിനെത്ര രൂപ? അതിനൊരു 200 രൂപയുള്ളൂ. ചെറിയ കുറച്ച് വെള്ളിയല്ലേ ഉള്ളൂ, ബാക്കി കല്ലല്ലേ. മഴയൊക്കെ പെയ്ത് കൊണ്ടുകഴിഞ്ഞാൽ തുരുമ്പൊക്കെ പിടിക്കോ? ഒന്നും സംഭവിക്കില്ല. വെള്ളി തുരുമ്പ് പിടിച്ചിട്ട് ചേട്ടൻ എപ്പോഴേലും കേട്ടിട്ടുണ്ടോ? ഞാനൊരു വെള്ളിയുടെ സാധനം ഇട്ടിട്ടില്ല, അതെനിക്കറിയില്ല. വെള്ളി തുരുമ്പ് പിടിക്കില്ല ചേട്ടാ, ഇരുമ്പാണ് തുരുമ്പ് പിടിക്കുക. ആണോ? വെള്ളി തുരുമ്പ് പിടിക്കില്ലല്ലേ? ഇടിവെട്ട് കേൾക്കുമ്പോ പ്രശ്നം ഉണ്ടാവും. ഓക്കെ. അത് പിന്നെ ഈ ഡ്രസ് ടോപ്പ് ഇത് 500, 900 പാൻറ്, ഷൂ തോന്നുന്നു 600-700 സംതിങ്, അത്രേ ഉള്ളൂ. ആണോ? ടോപ്പിന് എത്രയാണ്? ടോപ്പിന് 600 രൂപയോ? അത്ര കൂട്ടി പറയല്ലേ ചേച്ചി, ഒന്ന് കുറച്ച് പറ. അത് കണ്ടറിയാലോ 600 രൂപ ഇല്ലേ അത്. ചേട്ടാ, എന്നാ പിന്നെ എന്നോട് ചോദിക്കണം. ചേട്ടൻ അങ്ങ് തീരുമാനിച്ചപ്പോ. എവിടെ എടുത്തത്? മാക്സ് ആണോ സ്റ്റുഡിയോ ആണോ? മാക്സ് സ്റ്റുഡിയോ അല്ല, ട്രെൻഡ്സിൽ ഇതിനൊക്കെ വില ഉണ്ടാവുമല്ലോ. മാഡം കുറച്ച് പറയുന്നത് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് 2000 ഉണ്ടോ? ട്രെൻഡ്സിൽ ചെറിയ പൈസക്ക് ഉണ്ടോ? ഒന്ന് തപ്പിയാ മതി. ആണോ? ഇപ്പൊ ജീൻസ് എത്രയാണ്? ജീൻസ് 900. ഷൂ ആണെങ്കിൽ ഷൂ 600-700 ഉണ്ടല്ലേ? ഓക്കെ. എന്തായാലും മാഡം താങ്ക് യു. എന്തായാലും മാഡം ആക്ടിവിസ്റ്റ് ആണ്, എനിക്ക് മനസ്സിലായി. ചേട്ടനൊന്ന് പോയി. ഒരു ഗേൾസും ഞങ്ങളുടെ ഇങ്ങനെ പറയാതിരുന്നിട്ടില്ല. എല്ലാ ഗേൾസും എന്തായാലും ആക്ടിവിസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു.